ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരും സ്വാഗതം. കഴിഞ്ഞ 2 ദിവസം ചില തിരക്കിൽ പെട്ടുപോയതുകൊണ്ടേ വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ശരിയാണ്, എനിക്കറിയാം ഇത്തിരി ലേറ്റായി പോയിട്ടുണ്ടെന്ന്. പക്ഷേ സൗത്ത് ലണ്ടൻ ബേസ്ഡ് ക്ലബ്ബായിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് അവരുടെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം സ്വന്തമാക്കുമ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് സംസാരിക്കാതിരിക്കുക? അതെ, നമ്മൾ ഈ വീഡിയോയിൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ക്രിസ്റ്റൽ പാലസിൻ്റെ ആ ചരിത്ര FA കപ്പ് വിജയത്തെക്കുറിച്ചാണ്. ക്യാഷ് റിച്ച് ആയിട്ടുള്ള പെപ് ഗാർഡിയോള എന്ന് പറയുന്ന മാനേജറിൻ്റെ മാനേജ് ചെയ്യുന്ന സൂപ്പർ സ്റ്റാറുകൾ അടങ്ങുന്ന മാഞ്ചസ്റ്റർ സിറ്റിയാണ് വെംബ്ലിയിൽ FA കപ്പിൻ്റെ ഫൈനലിൽ 1-0 എന്നുള്ള സ്കോർ ലൈൻ ഓസ്ട്രിയൻ മാനേജറിൻ്റെ നേതൃത്വത്തിൽ, ഒലിവർ ഗ്ലാസ്നറിൻ്റെ നേതൃത്വത്തിൽ ക്രിസ്റ്റൽ പാലസ് പരാജയപ്പെടുത്തിക്കൊണ്ട് അവരുടെ ക്ലബിൻ്റെ ചരിത്രത്തിലെ ആദ്യത്തെ കിരീടം സ്വന്തമാക്കുന്നത്. വർഷം 2025 കാൽപന്ത് ലോകത്ത് ഒരുപാട് സുന്ദരമായിട്ടുള്ള കഥകൾ രചിച്ചിട്ടുള്ള ഒരു വർഷമാണ് അല്ലേ? ന്യൂകാസിൽ യുണൈറ്റഡ് പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുവിൽ അവർ ഒരു കിരീടത്തിൽ മുത്തമിട്ടുള്ള വർഷമാണ്. അതോടൊപ്പം തന്നെ ഇറ്റാലിയൻ ക്ലബ്ബായിട്ടുള്ള ബൊലോഞ്ഞ, അവരോ 51 വർഷങ്ങൾക്ക് ശേഷം അവരും ഒരു കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ്. ഒപ്പതാ ക്രിസ്റ്റൽ പാലസ് 1905 ഫോം ചെയ്തിട്ടുള്ള ക്രിസ്റ്റൽ പാലസ് അവരുടെ 119 വർഷത്തെ കാത്തിരിപ്പിന് വിരാമം സംഭവിച്ചിരിക്കുകയാണ്. അവർ FA കപ്പ് കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ഹാരി കെയ്ൻ ചെങ്ങായിയോ ആദ്യമായിട്ടൊരു കിരീടത്തിൽ മുത്തമിട്ടുള്ള വർഷമാണ് 2025. ഇനി ഹാരി കെയ്ൻ്റെ ഫോമർ ക്ലബ്ബായിട്ടുള്ള സ്പേഴ്സിന് അവരുടെ കാത്തിരിപ്പിന് ഒരു അവസാനം കുറിക്കാൻ സാധിക്കുമോ? ഫൈനൽ വരുന്നുണ്ട്, യൂറോപ്പ ലീഗിൻ്റെ ഫൈനൽ യുണൈറ്റഡുമായിട്ട്. അതോടൊപ്പം തന്നെ റയൽ ബെറ്റിസ് എന്ന് പറയുന്ന ക്ലബ്ബ് ഇന്നേ വരെ ഒരു യൂറോപ്യൻ കിരീടത്തിൽ മുത്തമിട്ടിട്ടില്ല. അവർക്ക് ചെൽസിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് കോൺഫറൻസ് ലീഗ് ടൈറ്റിൽ സ്വന്തമാക്കാൻ സാധിക്കുമോ? കണ്ടറിയാം. ഒപ്പം PSG അവരുടെ ആ ഒരു കന്നി ചാമ്പ്യൻസ് ലീഗ് കിരീടത്തിൽ മുത്തമിടാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടി ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും 2025 വല്ലാത്തൊരു വർഷം തന്നെയാണ്. ഒരുപാട് സുന്ദരമായിട്ടുള്ള കഥകൾ രചിക്കപ്പെട്ടിട്ടുണ്ട് കാൽപന്ത് ലോകത്ത്. നമ്മളെന്തായാലും ഈ ക്രിസ്റ്റൽ പാലസിൻ്റെ വിജയത്തെ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 1905 ഫോം ചെയ്തുള്ളൊരു ക്ലബ്ബാണെന്ന് ഞാൻ പറഞ്ഞു. അതിന് മുമ്പേ തന്നെ വേറെ പല പേരിലും ഈ സൗത്ത് ലണ്ടൻ ബേസ്ഡ് ക്ലബ്ബ് അവിടെ ഉണ്ടായിരുന്നു. എന്നാലും ഫുട്ബോൾ ലീഗ് ഡിവിഷനിൽ അവർ കളിക്കുന്നു 1905 മുതൽ. പക്ഷേ അവർക്ക് ഈ ഒരു FA കപ്പ് കിരീടം സ്വന്തമാക്കുന്നത് വരെ 2025 വരെ ഒരു കിരീടത്തിൽ മുത്തമിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിൽ തന്നെ ഈ സ്റ്റീവ് പാരിഷ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസ് ആരാധകൻ കൂടിയായിട്ടുള്ള ചങ്ങായി ഒരു കൺസോർട്ടിയമായിട്ട് ഈ ക്ലബിനെ ഏറ്റെടുക്കുന്നത് വരെ അവരെ സംബന്ധിച്ചോളം അവർ പ്രീമിയർ ലീഗിൽ പോലും ഒരു സീസണിൽ മുകളിലൊന്നും നിൽക്കാത്തൊരു ടീമായിരുന്നു. ഇങ്ങനെ താഴോട്ട് പോയിട്ടും വന്നിട്ടിരിക്കുന്ന ഒരു സൈഡായിരുന്നു. ചാമ്പ്യൻഷിപ്പിലേക്ക് പോകും, തിരിച്ച് പ്രീമിയർ ലീഗിലേക്ക് വരും, അങ്ങനത്തെ ഒരു ക്ലബ്ബായിരുന്നു. ഇപ്പോൾ അവർ 13ാമത്തെ സീസണിലേക്കാണ് പോകുന്നത് പ്രീമിയർ ലീഗിൽ. ആ രീതിയിലൊരു സ്റ്റെബിലിറ്റി ആ ക്ലബ്ബിൽ വന്ന് ചേർന്നിട്ടുണ്ടെന്ന കാര്യം ഓർക്കണം. 2009-10 ആ ഒരു സമയമൊക്കെ ആവുന്ന സാഹചര്യത്തിൽ ഈ ക്ലബ്ബ് അഡ്മിനിസ്ട്രേഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് സാലറി പോലും കൃത്യമായിട്ട് സമയത്ത് കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ ഫൈനാൻഷ്യൽ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമായിരുന്നു ക്രിസ്റ്റൽ പാലസ് എന്ന് പറയുന്ന ക്ലബ്ബ്. അങ്ങനെ ഇരിക്കുകയാണ് അവിടെ ഈ സ്റ്റീവ് പാരിഷ് എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസ് ആരാധകൻ ഒരു കൺസോർട്ടിയം ആയിട്ട് വരുന്നതും അങ്ങനെ ക്ലബിനെ ഏറ്റെടുക്കുന്നതും കുറച്ച് ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകരൊക്കെ കൂടിയിട്ട് ക്ലബിനെ ഏറ്റെടുക്കുന്നതും അതിനുശേഷം അവിടെ വന്നിട്ടുള്ള മാറ്റങ്ങൾ, അവർക്ക് 10 പോയിൻറ്റ്സ് ഡിഡക്ഷനും കാര്യങ്ങളൊക്കെ അന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ അഡ്മിനിസ്ട്രേഷൻ്റെ സമയത്ത്. എന്നിട്ട് അവർ ചാമ്പ്യൻഷിപ്പിൽ ജസ്റ്റ് കടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു. അവർ റെലഗേഷൻ സോണിൽ ഒറ്റ സ്ഥാനം മുകളിൽ മാത്രമാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെയാണ് അവർ കഷ്ടിച്ച് രക്ഷപ്പെടുന്നത്. അവിടുന്ന് കുറച്ച് വർഷങ്ങൾ കൊണ്ട് തന്നെ അവർ പ്ലേ ഓഫിൻ്റെ ഫൈനലും കാര്യങ്ങളൊക്കെ ചാമ്പ്യൻഷിപ്പിൽ കളിച്ചുകൊണ്ട് പ്രീമിയർ ലീഗിലേക്ക് വരുന്നു. അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അതിനുശേഷം അവിടെ സ്റ്റെബിലിറ്റി, സ്റ്റീവ് പാരിഷ് എന്ന് പറയുന്ന മുതലാളിയുടെ നേതൃത്വത്തിൽ, അദ്ദേഹത്തിൻ്റെ കൺസോർട്ടിയത്തിൻ്റെ നേതൃത്വത്തിൽ, ക്രിസ്റ്റൽ പാലസ് ആരാധകൻ കൂടിയാണ് ചെങ്ങായി ഞാൻ പറഞ്ഞല്ലോ, അത് ഊന്നി പറയേണ്ട തരത്തിലുള്ള സംഭവമാണ്. അപ്പോൾ എന്താണ് ഈ ക്ലബിനെ എങ്ങനെയാണ് പിന്നെ മാനേജ് ചെയ്യേണ്ടത്, അവരുടെ റിസോഴ്സുകൾ എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. കാരണം എന്ന് വെച്ചാൽ ഇത് പുള്ളിക്കാരൻ്റെ കൂടി ക്ലബ്ബാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു അവിടെ ആ ഗ്രൗണ്ടിൽ. കാരണം 10 മിനിറ്റ് ഇഞ്ചുറി ടൈമൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ മത്സരത്തിൽ. അപ്പോൾ ഓരോ മിനിറ്റും ഓരോ വർഷത്തിൻ്റെ അത്ര ദൈർഘ്യം അവിടെ അനുഭവപ്പെടുന്നുണ്ടാകും ഒരു ക്രിസ്റ്റൽ പാലസ് ആരാധകനെ സംബന്ധിച്ചിടത്തോളം. ഇമ്മാക്കുലേറ്റ് അറ്റ്മോസ്ഫിയർ അവർ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകർ. ആ രീതിയിൽ വല്ലാത്തൊരു അറ്റ്മോസ്ഫിയർ വെംബ്ലിയിൽ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഇഞ്ചുറി ടൈമിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു ഓരോരുത്തരുടെയും മുഖത്ത് കൂടെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്ന ഇമോഷൻസ്, പല രീതിയിലുള്ള ഇമോഷൻസ്. അതിൽ കുഞ്ഞുങ്ങളുണ്ട്, പ്രായമായവരുണ്ട്, പിന്നെ മിഡിൽ ഏജ്ഡ് ആളുകളുണ്ട്, എല്ലാ തരത്തിലുള്ള സ്ത്രീകളും പുരുഷന്മാരും എല്ലാവരും കൂടിയിട്ട് നമുക്ക് ഇനി അധികം സമയം ബാക്കിയില്ല എന്നുള്ളത് അവർക്കും അറിയാം. ആ 1-0 ലീഡ് അങ്ങോട്ട് പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ അവരുടെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോവുകയാണ്. പക്ഷേ ആ സ്റ്റേഡിയത്തിൽ ഓരോരുത്തരുടെയും മുഖം കാണുമ്പോൾ നമുക്കറിയാം എന്തായിരിക്കും അവരുടെ ഉള്ളിലൂടെ പോകുന്നുണ്ടായിരിക്കുക എന്നുള്ളത്. ചിലപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാൻ പറ്റിയെന്നും വരില്ല. ഡോക്കു ഒരു ഷോട്ട് അൺലീഷ് ചെയ്യുന്നത് കീപ്പറിനെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതെ ആ ഒരു ഗോൾ കിക്കിലേക്ക് മാറിയിട്ടുള്ള സാഹചര്യത്തിൽ അപ്പോൾ അവർക്ക് മനസ്സിലായി അതെ നമ്മൾ ഓൾമോസ്റ്റ് അവിടെ ആയി എന്നുള്ളത്. പിന്നീട് ആ ഫൈനൽ വിസിൽ അങ്ങോട്ട് മുഴങ്ങി.
വല്ലാത്ത സെലിബ്രേഷന് തുടക്കം കുറിക്കുകയായിരുന്നു അവിടെ. വല്ലാത്തൊരു സെലിബ്രേഷൻ. അതിൽ തന്നെ മത്സരത്തിന് ശേഷം ഒരു വൃദ്ധനോട്, ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകനോട് ചോദിക്കുന്നുണ്ട് എന്താണ് തോന്നുന്നത്. 70 വർഷത്തെ കാത്തിരിപ്പാണെന്നാണ് ചെങ്ങായി പറഞ്ഞത്. മരിക്കുന്നതിന് മുമ്പ് ഇങ്ങനൊരു സംഭവം കാണാൻ പറ്റും എന്നുള്ളത് ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇതൊരു വല്ലാത്തൊരു ഫീലിംഗ് ആണെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇതൊക്കെയാണ് ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ. ആൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ എത്ര മനുഷ്യന്മാർ മരിച്ചു പോയിട്ടുണ്ടാവും. തൻ്റെ ക്ലബ്ബ്, ക്രിസ്റ്റൽ പാലസ് ക്ലബ്ബ് ഒരു ട്രോഫിയെങ്കിലും നേടുന്നത് കാണണമെന്ന് ആഗ്രഹിച്ചിട്ട് എത്ര പേര് മരിച്ചു പോയിട്ടുണ്ടാകും. അവർ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ടിഫോ ഉണ്ടായിരുന്നു, ഒരു സുന്ദരമായുള്ളൊരു ടിഫോ. അതായത് ഒരു അച്ഛൻ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന ഒരു ടിഫോ ഉണ്ടായിരുന്നു ആ ഒരു വെംബ്ലി സ്റ്റേഡിയത്തിൽ. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ഇതിനു മുമ്പ് ഒരു FA കപ്പിൻ്റെ ഫൈനലിൽ ഏറ്റുമുട്ടിയിട്ടുണ്ട് 2016 മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ അലൻ പാർഡിയോ ആയിരുന്നു ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജറായിട്ടുണ്ടായിരുന്നത്. 1-0 ലീഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ക്രിസ്റ്റൽ പാലസ് ആ മത്സരത്തിൽ. പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈക്വലൈസർ അടിച്ചു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. എക്സ്ട്രാ ടൈമിൽ ലിംഗാർഡിൻ്റെ ഗോളിലാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മത്സരം വിജയിക്കുന്നത്. പക്ഷേ ആ ലീഡ് ജേസൺ പഞ്ചനിലൂടെ ക്രിസ്റ്റൽ പാലസ് എടുത്തപ്പോൾ തൻ്റെ 2 മക്കളെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഒരു അച്ഛൻ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ക്രിസ്റ്റൽ പാലസ് ആരാധകനാണ് ചങ്ങായി. അവരെല്ലാവരും ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകരാണ്. അപ്പോൾ ആ ചെങ്ങായിയുടെ ഓർമ്മയ്ക്കാണ് ആ ഒരു ടിഫോ അവർ ഈ മത്സരത്തിന് മുമ്പ് വെച്ചിട്ടുണ്ടായിരുന്നത്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ മരണപ്പെട്ടു പോയി. പുള്ളിക്കാരൻ്റെ മക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവർ ഈ കന്നിക്കിരീടം സ്വന്തമാക്കുന്നത് കാണാൻ ചെങ്ങായി അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അച്ഛൻ മരണപ്പെട്ടു പോയി. അച്ഛനത് കാണാൻ സാധിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെയാണ്. ചിലരൊക്കെ പറയുമല്ലോ വെറും ഒരു പന്തളിയല്ലേ എന്നുള്ളത്. ഈ പന്തളിക്ക് ഒരു വല്ലാത്ത രീതിയിൽ മനുഷ്യൻ്റെ മനസ്സ് തൊടാൻ സാധിക്കുന്ന തരത്തിലുള്ളൊരു സ്പോർട്ടാണ്. അത് ചിലപ്പോൾ ഓരോ സ്പോർട്സ് പ്രേമിക്കും മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പന്തളിന്ന് മാത്രമല്ല, നമ്മളൊക്കെ പന്തളീനെ സ്നേഹിക്കുന്ന ആളുകളാണല്ലോ, കാൽപന്ത് കളീനെ സ്നേഹിക്കുന്ന ആളാണല്ലോ. അപ്പോൾ നമുക്ക് ഈ ഒരു കളിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ലേ കാര്യങ്ങൾ കൂടുതൽ സംസാരിക്കാൻ പറ്റുള്ളൂ. അതായത് ഇത് സുഖം മാത്രം തരുന്ന തരത്തിലൊരു സ്പോർട്ടല്ല, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നല്ല രീതിയിൽ വിഷമം തരുന്ന തരത്തിലുള്ളൊരു സ്പോർട്ടുമാണ്. പക്ഷേ ചിലപ്പോഴൊക്കെ മനസ്സിന് അത് തരുന്ന ഒരു സമാധാനമുണ്ട്. അതൊന്നും ചിലർക്ക് പറഞ്ഞാൽ മനസ്സിലായി എന്ന് വരില്ല. ഒബ്വിയസ്ലി ഇതുകൊണ്ട് നമ്മൾ ദുഃഖത്തിലാഴുന്ന സാഹചര്യങ്ങളുണ്ട്. വല്ലാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് വിഷമിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. പക്ഷേ അത് സന്തോഷം തരുമ്പോണ്ടല്ലോ അതൊരു വല്ലാത്തൊരു അനുഭൂതിയാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിച്ചറിയേണ്ട തരത്തിൽ സംഭവമാണ്. അപ്പോൾ ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകർ അത്തരത്തിലുള്ളൊരു ഇമോഷനിലൂടെയാണ് കടന്നുപോയിട്ടുണ്ടാവുക. മത്സരത്തിന് ശേഷം ഒലിവർ ഗ്ലാസ്നർ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ വളരെ പ്രസക്തമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അത് ട്രോഫി ഉയർത്തുന്ന ആ ഒരു മൊമെൻ്റ് അല്ല. പകരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗത്ത് ലണ്ടനിലുള്ള അനേകായിരം ആളുകൾക്ക് അദ്ദേഹം ഉദ്ദേശിക്കുന്ന ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകരെയാണ്. ഇത് സൗത്ത് ലണ്ടനിൽ മാത്രമല്ല, ക്രിസ്റ്റൽ പാലസിൻ്റെ ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന ആരാധകരെയും ബാധിക്കുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ്. അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. ട്രോഫി ഉയർത്തുന്നത് മാത്രം അല്ല ഏറ്റവും വലിയ അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ, ആ ട്രോഫി ഉയർത്തുന്നതിലൂടെ എത്ര ആളുകൾക്കാണ് സന്തോഷം കൊടുക്കുന്നത്. അവർക്ക് ജീവിതത്തിലേക്കായിട്ടുള്ള ഒരു മൊമെൻറ്റ് കൊടുക്കുകയാണ്, എന്നെന്നും ഓർമ്മിക്കാനുള്ളൊരു മൊമെൻറ്റ് കൊടുക്കുകയാണ്. അവർക്ക് വീടുകളിൽ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതൊക്കെ മതിമറന്നുകൊണ്ട് ആഘോഷിക്കാനുള്ള അവസരം കൊടുക്കുകയാണ്, മൊമെൻറ്റ് കൊടുക്കുകയാണ്. അപ്പോൾ അതാണ് ഒരു ട്രോഫി അടിക്കുമ്പോൾ ഒരു ഫുട്ബോൾ ഫാന് കിട്ടുന്ന തരത്തിലുള്ളൊരു ലഹരി എന്ന് പറഞ്ഞാൽ. അതാണ് ഒലിവർ ഗ്ലാസ്നറിൻ്റെ ടീമിനും അന്ന് ക്രിസ്റ്റൽ പാലസ് ആരാധകർക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. എത്ര സുന്ദരമായിട്ടുള്ള വാചകങ്ങളാണത്. ഇത് ഏതൊരു ക്ലബിൻ്റെ ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഏതൊരു ടീമിൻ്റെ ആരാധകർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം തന്നെയാണ്. അതിന് അവിടെ തന്നെയുള്ള നേറ്റീവ് ഫാൻസ് തന്നെ ആവണമെന്നില്ല. ലോകത്തിൻ്റെ നാനാഭാഗത്തിരിക്കുന്ന നമ്മളെപ്പോലുള്ള ഗ്ലോബൽ ഫാൻസിനും ഇത് ബാധകമാണ്. ഇത് ഭയങ്കര രസമുള്ളൊരു വാചകമാണ് ഒലിവർ ഗ്ലാസ്നർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആൾ ഈ സീസണിൽ പെപ് ഗോർഡിയുടെ ടീമിനെതിരെ 2-0 ലീഡ് എടുത്തിട്ട് 5-2 എന്നുള്ള സ്കോറിന് പരാജയപ്പെട്ട മത്സരം ഉണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇതേ സിസ്റ്റത്തിൽ ഇതേ രീതിയിൽ പെപ് ഗോർഡിൽ കളിച്ചു കഴിഞ്ഞാൽ ശരിയാവില്ല, അതിന് മറുപടി എൻ്റെ അടുത്ത് ഉണ്ടാവും എന്നുള്ളത്. അതെ, വെംബ്ലിയിൽ അത്തരത്തിലൊരു മറുപടി കൊടുത്തിരിക്കുകയാണ് ഒലിവർ ഗ്ലാസ്നർ, ഇവിടെ മാനേജർ. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ട് എന്ന് പറയുന്ന ജർമ്മൻ ക്ലബിന് അവരുടെ നീണ്ടകാലത്തെ കാത്തിരിപ്പിനൊടുവിൽ ആ ഒരു യൂറോപ്യൻ കിരീടം സ്വന്തമാക്കി കൊടുത്തുള്ള ഒരാളാണ്. യൂറോപ്പ ലീഗ് കിരീടം ഫ്രാങ്ക്ഫർട്ട് അടിക്കുന്നുള്ള ആരും ഒന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അഗെയിൻസ്റ്റ് ദി ഓഡ്സ് ആണ് അന്ന് ഫ്രാങ്ക്ഫർട്ട് ആ ഒരു കിരീടം ഒലിവർ ഗ്ലാസ്നറുടെ നേതൃത്വത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ ക്രിസ്റ്റൽ പാലസ് സീസൺ തുടങ്ങുമ്പോൾ അവർക്ക് മൈക്കൽ ഒലീസിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചെറിയൊരു വിടവല്ലാതാണെന്ന് നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. സീസൺ തുടങ്ങിയപ്പോൾ 8 മത്സരങ്ങളിൽ വിൻലെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അദ്ദേഹത്തെ സാക്ക് ചെയ്യണം എന്നുള്ള രീതിയിലുള്ള വർത്തമാനങ്ങളൊക്കെ വരുന്നൊരു സാഹചര്യത്തിൽ സ്റ്റീവ് പാരിഷ് ചെങ്ങനെ ബാക്ക് ചെയ്യുന്നു. കാരണം ക്വാളിറ്റിയുള്ളൊരു മാനേജറാണ്, ആളൊരു ഫാൻറ്റാസ്റ്റിക് മാനേജറാണെന്നുള്ള ആ ഒരു തിരിച്ചറിവാണ്. അങ്ങനെ ഒരു വിന്നർ കൂടിയായിട്ടുള്ള ആ ചങ്ങായിയെ അവിടെ തുടരാൻ അനുവദിക്കുന്നു.
എബറിച്ചിയസയുടെയൊക്കെ ബെസ്റ്റ് എടുക്കുന്നു, ഇസ്മായിൽ സാർ അവിടെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നു, മറ്റേറ്റ ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് ചെറുതൊന്നല്ല, മാർഗഹി ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റിജക്റ്റ് ആയിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അക്കാഡമി പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഹെൻഡേഴ്സണാണ് അവരുടെ ഗോൾ കീപ്പർ. തുടക്കത്തിൽ ചങ്ങായി അവിടെ മെയിൻ മാനൊന്നും ആയിരുന്നില്ല, പിന്നെ ജോൺസ്റ്റണൊക്കെ ആയിരുന്നു അവിടെ കീപ്പറായിരുന്നത്. പക്ഷേ ഹെൻഡേഴ്സൺ അവിടെ ആ ഒരു മെയിൻ മാനായിട്ട് മാറുന്നു. ഈ ഫൈനലിൽ മാൻ ഓഫ് ദ മാച്ച് അവാർഡ് കരസ്ഥമാക്കുന്നു. മിച്ചേലും അതേപോലെ തന്നെ കൊളംബിയക്കാരനായിട്ടുള്ള മിനോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു ആനിമൽ എന്നൊക്കെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബീസ്റ്റാണ് ചങ്ങായി. അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ഓടിക്കോളും. ആ ഒരു 3 at the back സിസ്റ്റത്തിൽ വിങ് ബാക്കുകളുടെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അല്ലേ. അതേപോലെ തന്നെ ആ മിഡ്ഫീൽഡിൽ വാർട്ടൺ ഉണ്ടാക്കിയുള്ള ഇമ്പാക്റ്റ്, വാർട്ടനൊക്കെ കിടിലൻ പ്ലെയറാണ്. അവിടെ തന്നെ തുടരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ഇൻക്രെഡിബിൾ പാസിംഗ് റേഞ്ചുള്ളൊരു ഫുട്ബോളറാണ് വാർട്ടൺ എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഇതൊരു പ്രോപ്പർ ടീം വർക്കാണ്. മാഞ്ചസ്റ്റർ സിറ്റിയെ അപേക്ഷിച്ച് എന്താണ് അവിടെ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്ത് എത്രത്തോളാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ വല്ലാത്ത രീതിയിൽ ഒരു കാൽക്കുലേഷൻ ഒന്നും മുതിരേണ്ട കാര്യമില്ല. കാരണം മാഞ്ചസ്റ്റർ സിറ്റി ജാനുവരിയിൽ 200 million pound സ്പെൻഡ് ചെയ്തിട്ടുള്ളൊരു സൈഡാണ്. ആ രീതിയിലൊന്നും ക്രിസ്റ്റൽ പാലസിന് സ്പെൻഡ് ചെയ്യാൻ സാധിക്കില്ല നമുക്ക് അറിയുന്നതാണ്. മൈക്കൽ ഒലീസിയെ നഷ്ടപ്പെട്ടുള്ളൊരു സൈഡാണ്. ബാൻ മ്യൂണിക്കിൽ ചങ്ങായി അവിടെ ബോൾ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ ഇവിടെ ഒലിവർ ഗ്ലാസ്നർ ഈ ഒരു ടീമിനെ നല്ല രീതിയിൽ കോച്ച് ചെയ്തുകൊണ്ട് അവർ സിറ്റ് ബാക്ക് ചെയ്തിട്ട് കൗണ്ടർ അറ്റാക്ക് ചെയ്ത് തന്നെയാണ് മാൻ സിറ്റിയെ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. അവർ പ്രഷർ അബ്സോർബ് ചെയ്യുന്നു എന്നതിന് ശേഷം തന്നെയാണ് കൗണ്ടറിലൂടെ സിറ്റിക്കെതിരെ ഗോൾ അടിച്ചിട്ട് വിജയിച്ചു കയറിയുള്ളത്. അതായത് അവരുടെ ആ ഒരു മത്സരത്തിൻ്റെ രീതി നോക്കിക്കഴിഞ്ഞാൽ മാൻ സിറ്റി അറ്റാക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അറ്റാക്ക് ആഫ്റ്റർ അറ്റാക്ക്, അവരുടെ ഒരുപാട് വേവ് ഓഫ് അറ്റാക്സ് ഉണ്ടായിരുന്നു. അതിനെയൊക്കെ അവർ ഡിഫെൻഡ് ചെയ്യുന്നു, ക്രോസുകൾ അവർ ഡിഫെൻഡ് ചെയ്യുന്നു, ബ്ലോക്ക് ഇടുന്നു, അവരുടെ കീപ്പർ പെനാൽറ്റി സേവ് ചെയ്യുന്നു, ഹെറോയിക് സേവുകൾ ചങ്ങായി പുൾ ഓഫ് ചെയ്യുന്നു. ഒബ്വിയസ്ലി ഒരു ഫോർച്ചുനേറ്റ് മൊമെൻറ്റും ഉണ്ടായിരുന്നു മത്സരത്തിൽ. കാരണം ഹെൻഡേഴ്സൺ ഒരു പക്ഷേ മറ്റൊരു ദിവസത്തിൽ റെഡ് കാർഡ് കിട്ടി പുറത്തു പോകേണ്ട തരത്തിലുള്ള ഒരാളായിരുന്നു. അതും വേണമെങ്കിൽ നമുക്ക് സംസാരിക്കാം. പക്ഷേ അതിനുശേഷമാണ് ഒരു പെനാൽറ്റി മാൻ സിറ്റി കിട്ടുന്നത്. ആ പെനാൽറ്റി അവർക്ക് അടിക്കാൻ സാധിക്കുന്നില്ല. മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു അവസരമായിരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം. അതൊരു സോഫ്റ്റ് പെനാൽറ്റി ആയിരുന്നു. ആ പെനാൽറ്റി പക്ഷേ കൊടുത്ത സ്ഥിതിക്ക് അത് അടിക്കണമായിരുന്നു, അത് അടിക്കാൻ സാധിക്കുന്നില്ല. ഹാലണ്ട് എന്ന് പറയുന്ന അവരുടെ മെയിൻ പെനാൽറ്റി ടേക്കർ ആ പെനാൽറ്റി മർമൂഷിന് കൊടുക്കുന്നു. പെപ് ഗാർഡിയോള മത്സരത്തിന് ശേഷം ചോദിച്ചു എന്തുകൊണ്ടാണ് ഒരു തീരുമാനം എടുത്തു വെച്ചാൽ അത് പ്ലേയേഴ്സ് തമ്മിൽ എടുത്തിട്ടുള്ളൊരു തീരുമാനമാണെന്നുള്ളതാണ്. അല്ലാതെ അത് പെപ്പിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ഒരു ഡിസിഷൻ അല്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും ഹാലണ്ട് അവിടെ ആ റെസ്പോൺസിബിലിറ്റി മർമൂഷിന് കൊടുക്കുകയാണ്. അത് എന്ത് തേങ്ങയാണ് അവിടെ ഹാലണ്ട് ചെയ്തത് നമുക്ക് ആർക്കും അറിയില്ല. എന്തായാലും മർമൂഷ് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നു. പക്ഷേ അവിടെ ഹെൻഡേഴ്സൺ മനോഹരമായിട്ട് സേവ് പുൾ ഓഫ് ചെയ്യുന്നു. റീബൗണ്ട് ഹാലണ്ടാണ് ആദ്യം മീറ്റ് ചെയ്യുന്നത്. ഹാലണ്ട് അത് പിന്നെ ആ 6 yard ഏരിയയിലേക്ക് തട്ടി മാറ്റുന്ന സാഹചര്യത്തിൽ അത് വീണ്ടും ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നു. ഗ്രേറ്റ് സേവ് പുൾ ഓഫ് ചെയ്യാണ്. ഡോക്കുവിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള ഷോട്ട് അദ്ദേഹം ചാടി സേവ് ചെയ്യുന്നു. അനേകായിരം ബ്ലോക്കുകൾ, മാർഗഹിയുടെയൊക്കെ ഇൻ്റർവെൻഷൻ ഫാന്റാസ്റ്റിക് ആയിരുന്നു. ഈവൻ ഹ്യൂഗ്സ് വളരെ ലേറ്റായിട്ട് സബ്ബായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അദ്ദേഹം നടത്തുന്നു. അപ്പോൾ ഈ രീതിയിൽ എന്താണ് ഇതൊരു ഗ്രേറ്റ് ടീം വർക്കാണ് ക്രിസ്റ്റൽ പാലസിനെ സംബന്ധിച്ചിടത്തോളം. ഡിഫൻസിൽ ലാക്രോയും ഗഹിയും റിച്ചർഡ്സും സോളിഡായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് അവരുടെ നേരേക്ക് ത്രോ ചെയ്തിട്ടുണ്ടായിരുന്നത് അതെല്ലാം അവർ മനോഹരമായിട്ട് തടുക്കുന്നു. ലാസ്റ്റ് ഡിച്ച് ചാലഞ്ചുകൾ നടത്തുന്നു. അവർ ബോഡി ത്രോ ചെയ്യുന്നു. അങ്ങനെ അവർ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. മിച്ചലാണെങ്കിലും അതുപോലെ മിനോസ് ആണെങ്കിലും പറക്കുകയാണ് വിങ്ങിലൂടെ. മിഡ്ഫീൽഡിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ കമാഡയാണെങ്കിലും വാട്ടൺ ആണെങ്കിലും ഫാന്റാസ്റ്റിക് ഓഫ് ദ ബോൾ ആയിരുന്നു. കാരണം ഓൺ ദ ബോൾ കാര്യമായിട്ട് അവർക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം ഫുൾ ടൈം ബോൾ മാൻ സിറ്റിയുടെ അടുത്ത് തന്നെയായിരുന്നു. 78% പൊസഷൻ മാൻ സിറ്റിയുടെ അടുത്തുണ്ടായിരുന്നു. ഒരു ഘട്ടത്തിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ മത്സരത്തിൻ്റെ ഫസ്റ്റ് 15 minutes എന്നൊക്കെ പറഞ്ഞാൽ ഫുൾ ടൈം ബോൾ മാൻ സിറ്റിയുടെ അടുത്ത് തന്നെയായിരുന്നു. 10, 12, 13% പൊസിഷൻ മാത്രമേ ക്രിസ്റ്റൽ പാലസ് ഉണ്ടായിരുന്നു. ആ രീതിയിലായിരുന്നു മാൻ സിറ്റി മത്സരത്തിൽ തുടങ്ങിയിരുന്നത്. അപ്പോൾ എന്താണ് ഓഫ് ദി ബോൾ വർക്ക് നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം മിഡ്ഫീൽഡർമാർ, വിങ്ങർമാർ ട്രാക്ക് ബാക്ക് ചെയ്യണം. അപ്പോൾ ആ രീതിയിൽ വാട്ടൺ ആണെങ്കിലും കമാഡയൊക്കെ ഒരു ആനിമലാണ്. ഈ മിനോസിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ്. ഭയങ്കര ടയർലെസ് ആയിട്ട് ടീമിന് വേണ്ടി വർക്ക് റേറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐൻട്രാക്ട് ഫ്രാങ്ക്ഫർട്ടിലും ഒലിവർ ഗ്ലാസ്നറുടെ കൂടെ ഉണ്ടായിരുന്ന ചങ്ങായാണ്. പുള്ളിക്കാരൻ അങ്ങോട്ട് കൊണ്ടുവരുന്നു. നല്ല രീതിയിലൊരു കോൺട്രിബ്യൂഷൻ ചങ്ങായി നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോൾ കിട്ടുമ്പോൾ ആ കിട്ടുന്നതിനനുസരിച്ച് പെട്ടെന്ന് ക്വിക്ക് ഡിസിഷൻ മേക്കിംഗ് കാര്യങ്ങൾ എടുക്കും. കാരണം വെച്ചാൽ മാൻ സിറ്റിയുടെ പ്രസ്സിങ് ആ രീതിയിലാണ്. അപ്പോൾ ആ രീതിയിൽ കമാഡയും ആ ഗോളിൽ കമാഡയുടെ ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. വാർട്ടൺ ബോൾ കിട്ടുന്ന കാര്യത്തിൽ അദ്ദേഹം നല്ല രീതിയിൽ പാസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇതൊരു പെർഫെക്റ്റ് ടീം വർക്കാണ്. പിന്നെ ആ ഗോളിലുള്ള മറ്റേറ്റയുടെയൊക്കെ ഇൻവോൾവ്മെൻറ്റ് ഒരു ഓൾഡ് ഫാഷൻ സെൻറ്റർ ഫോർവേഡ് എങ്ങനെയാണ് പണിയെടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മറ്റേറ്റ നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളൊരു മത്സരമാണ്. അതായത് ആ ഗോളിൽ 13 സെക്കൻഡാണ് എടുത്തിട്ടുണ്ടായിരുന്നത് ഡിഫൻസിൽ നിന്നും ആ ഒരു ബോൾ വലയിലേക്ക് എത്താൻ. 9 ടച്ചസും എങ്ങനെയാണ് വരുന്നത്? റിച്ചർഡ്സിൻ്റെ ക്ലിയറൻസ് ഹാഫ് വെയിലിൻ്റെ അടുത്ത് മറ്റേറ്റത് ഹോൾഡ് ചെയ്യുന്നു. ഗ്വാർഡിയോളുണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത്. പക്ഷേ അവിടെ നല്ല രീതിയിൽ ഒരു ഓൾഡ് ഫാഷൻ സെൻറ്റർ ഫോർവേഡിനെ പോലെ
മറ്റേത് ഹോൾഡ് ചെയ്യുന്നു, എന്നിട്ട് കമാഡ കൊടുക്കുന്നു. കമാഡ വീണ് പോകുന്നതിനിടയിൽ തന്നെ അദ്ദേഹം അത് പാസ് ചെയ്ത് കൊടുക്കുന്നു വീണ്ടും മറ്റേറ്റേക്ക്. മറ്റേറ്റ് അവിടെ 2 ടച്ച് കൊടുക്കുന്നു. എന്നതിന് ശേഷം മിനോസ് അപ്പോഴേക്കും പറക്കുന്നുണ്ട് റൈറ്റ് വിങ്ങിലൂടെ, മിനോസിന് കൊടുക്കുന്നു. മിനോസ് എന്നിട്ട് ഒരു ടച്ചൊക്കെ എടുത്ത് മുമ്പോട്ടേക്ക് ഇട്ടിട്ട് ആൾ ആ ബോക്സിലേക്ക് ലോ ക്രോസ് കൊടുക്കുമ്പോൾ മറ്റേറ്റയുടെ മൂവ്മെൻറ്റ് അവിടെ ഉണ്ട്. അതോടൊപ്പം തന്നെ എബെരച്ചി ഏസെ ഫാൻറ്റാസ്റ്റിക് മൂവ്മെൻറ്റ് ബോക്സിലേക്ക് നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഫസ്റ്റ് ടൈം ഫിനിഷ് നമ്മളവിടെ കാണാണ്. ഫാൻറ്റാസ്റ്റിക് ഫിനിഷ്. അവിടെ ഏസയെ ഒരു 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 ട്രാക്ക് ചെയ്യാൻ പോകുന്ന ഒരു DM ആ മത്സരത്തിൽ മാൻ സിറ്റിക്ക് വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറഞ്ഞിട്ടുള്ള സംഭവം. അതായത് ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിൽ ചെൽസിക്കെതിരെ ഒരു DM ഇല്ലാണ്ടാണ് പെപ് ഗോൾഡിൻ്റെ ടീം കളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പെപ് ഗോർഡിയോള വീണ്ടും എക്സ്പെരിമെൻറ്റ് ചെയ്തിരിക്കുകയാണ്. അതെ, ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ എവിടെ? കെവിൻ ദെ ബ്രൂയ്ന ഡീപ്പായിട്ട് കളിക്കുന്നു, ബെർണാർഡോ സിൽവ അദ്ദേഹത്തിൻ്റെ കൂടെ സപ്പോർട്ടിന് കളിക്കുന്നു. എവിടെ ഒരു നാച്ചുറൽ DM, അതായത് നീക്കോ ഗോൺസാലസിനെ വലിയ തുക കൊടുത്തുകൊണ്ട് ജാനുവരിയിൽ സൈൻ ചെയ്തിട്ട് ഇപ്പോൾ ടീമിൽ കാര്യമായിട്ട് അങ്ങോട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു പ്ലെയർ ഉണ്ട്, മിനി റോഡ്രി എന്നുള്ള രീതിയിലൊക്കെയാണ് വിളിക്കുന്നുണ്ടായിരുന്ന ചില ജേർണലിസ്റ്റുകളൊക്കെ ആ ഒരു സമയത്ത്. എന്നിട്ട് എവിടെ എന്താ കളിക്കാത്ത റോഡ്രിയുടെ അഭാവത്തിൽ? അപ്പോൾ ഇതൊക്കെ ഓവർ തിങ്കിങ് പെപ്പ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെ ഡൈനാമിക്സിനെ ബാധിക്കുന്ന തരത്തിലൊരു ഡിസിഷൻ എടുത്തിരിക്കുകയാണ്. അവിടെ ഒരു പക്ഷേ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡ് ഉണ്ടായിരുന്നെങ്കിൽ ആ ഗോൾ ചിലപ്പോൾ തടയാൻ പറ്റുമായിരുന്നു. ശരിയാണ്, അവർ വീണ്ടും കുറേ ചാൻസുകളും കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്തു. അവരെ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ് ചെയ്യാനൊന്നും ക്രിസ്റ്റൽ പാലസിന് സാധിച്ചില്ല. കാരണം വെച്ചാൽ അത്രയേ ക്വാളിറ്റി ഉള്ളൂ ക്രിസ്റ്റൽ പാലസിൻ്റെ അടുത്ത്, അല്ലേ? അപ്പോൾ ആ രീതിയിൽ ഔട്ട് ക്ലാസ് ചെയ്തുകൊണ്ട് വിജയിക്കാനൊന്നും ക്രിസ്റ്റൽ പാലസിന് സാധിക്കില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ലിമിറ്റഡ് സ്ക്വാഡ് സ്ട്രെങ്ത് വെച്ചിട്ട് എങ്ങനെയാണോ ഒരു ക്യാഷ് റിച്ച് ആയിട്ടുള്ള ഒരു ടോപ്പ് ക്വാളിറ്റി സൈഡ് ആയിട്ടുള്ള പെപ് ഗോർഡിയോള മാനേജ് ചെയ്യുന്ന മാൻ സിറ്റിയെ പരാജയപ്പെടുത്തി അവർക്ക് സിറ്റ് ബാക്ക് ചെയ്ത് കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ കുറേ ചാൻസുകൾ ഓപ്പോസിഷൻ ടീമിന് ഉണ്ടാവും. അതിനെ തടയണം. ആ രീതിയിൽ തടഞ്ഞുകൊണ്ട് ഡിഫെൻഡ് ചെയ്ത് ബസ് പാർക്ക് ചെയ്ത് ട്രെയിൻ പാർക്ക് ചെയ്തൊക്കെ തന്നെയാണ് ഒലിവർ ഗ്ലാസിൻ്റെ ടീം വിജയിച്ചത്. അത് തെറ്റാണ്, ആൻറ്റി ഫുട്ബോൾ ആണെന്നുള്ളതൊക്കെ ആരെങ്കിലും വാദം ഉന്നയിച്ച് കഴിഞ്ഞാൽ ഞാനൊന്നും പറയുന്നില്ല. ഫുട്ബോൾ പല രീതിയിൽ കളിക്കാടോ. അത് ഒബ്വിയസ്ലി ഈ സ്ക്വാഡിൻ്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ടും ക്വാളിറ്റി മനസ്സിലാക്കിക്കൊണ്ടും തന്നെയാണ് വിവരമുള്ള മാനേജർമാർ സെറ്റപ്പുകളും കാര്യങ്ങളും ചെയ്യുക. ഒലിവർ ഗ്ലാസ്നർ വിവരമുള്ളൊരു മാനേജറാണ്, അത് കൃത്യമായിട്ടും നമ്മുടെ മുമ്പിൽ തെളിയിച്ചും കഴിഞ്ഞു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 1-0 വിജയിക്കുന്നു. മാൻ സിറ്റി ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. ഹാലൻഡിനെ സംബന്ധിച്ചിടത്തോളം വൺ ഓഫ് ഹിസ് വേഴ്സ്റ്റ് ഗെയിംസ് ആയിരുന്നു. അപ്പം ആ പെനാൽറ്റി എടുക്കാൻ കാണിക്കാത്ത ഒരു തീരുമാനമുണ്ടല്ലോ, ആ ഒരു ഉറപ്പ് കാണിക്കാത്ത ഒരു ഡിസിഷനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എന്ത് തേങ്ങയാണ്. മിസ് ചെയ്തിട്ടുണ്ടാവണം ഈ സീസണിൽ. പക്ഷേ എന്നാലും വെംബ്ലിയിൽ ഒരു കപ്പ് ഫൈനലിൽ ടീമിന് തിരിച്ചുകൊണ്ടുവരാനുള്ള ഒരു അവസരം കിട്ടിയിട്ട് അതൊക്കെ ഏറ്റെടുക്കുന്നില്ലെങ്കിൽ പിന്നെ എന്ത് തേങ്ങയാണ്. അപ്പോൾ അതൊക്കെ ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. കെവിൻ ദെ ബ്രൂയ്ന കളിച്ച് നോക്കിയിട്ടുണ്ട്, നല്ല പാസുകളൊക്കെ അദ്ദേഹം ഈ മത്സരത്തിലും പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കെവിൻ ദെ ബ്രൂയ്ന ഒരു ലെജൻഡാണ്, ഒരു ഇതിഹാസമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. ഒരു സ്റ്റാച്യു ചങ്ങായി ഡിസേർവ് ചെയ്യുന്നുണ്ട് അല്ലേ, നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്. ആൾ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ അഗെയിൻ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഗോൾ തടയാൻ പറ്റുമായിരുന്നു എന്നുള്ളതാണ് ഒരു വാദം. അതിനുശേഷം മറ്റൊരു ചാൻസ് കൂടി ക്രിസ്റ്റൽ പാലസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫിൽ തന്നെ. അത് അഗെയിൻ മുനോസിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ് വരുന്നു. അത് എബെരച്ചിയേസെ മുനോസിനെ പിക്ക് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സിറ്റിയുടെ പ്ലെയറിൽ തട്ടുന്നത് വീണ്ടും എബെരച്ചിയേസയിലേക്ക് എത്തുന്നു. എജെ വീണ്ടും മുനോസിനെ പിക്ക് ചെയ്യുന്നു. മുനോസ് അത് ബോക്സിലേക്ക് കട്ട് ബാക്ക് കൊടുത്തപ്പോൾ ഇസ്മായിൽ സാറിൻ്റെ ഒരു ബാക്ക് ഹീൽ അറ്റംപ്റ്റ് ചെയ്ത് നേരെ ഓർത്തേക്കാന്ന് പറഞ്ഞ കീപ്പറിൻ്റെ കൈകളിലേക്ക് പോയി. അത് നല്ലൊരു ചാൻസ് ആയിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ആദ്യത്തെ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ പാലസിനെ സംബന്ധിച്ചിടത്തോളം ഡിഫെൻഡ് ചെയ്യുക, അതുപോലെ തന്നെ കീപ്പറെ സംബന്ധിച്ചിടത്തോളം സേവുകൾ പുൾ ഓഫ് ചെയ്യുക, ഇത് തന്നെയായിരുന്നു പരിപാടി. കാരണം ഫുൾ ടൈം ബോൾ സിറ്റിയുടെ എടുക്കുന്നത്. അതിൽ തന്നെ കെവിൻ ദെ ബ്രൂയ്ന റൈറ്റ് ഹാഫ് സ്പേസിൽ നിന്ന് ബോക്സിലേക്ക് ക്രോസ് കൊടുക്കുന്നു. ഹാലൻഡിൻ്റെ ആ ഒരു വോളി അറ്റംപ്റ്റ് കിടിലൻ അറ്റംപ്റ്റ് ആയിരുന്നു, അത് ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നു. അതേപോലെ തന്നെ കോർണറുകൾ തുടരെ കോർണർ കിട്ടിയിട്ടുണ്ടായിരുന്നു മാൻ സിറ്റിക്ക്. പിന്നെ ഈ കോർണറിൽ നിന്നുള്ള ഗ്വാർഡിയോളിൻ്റെ ഹെഡർ ഹെൻഡേഴ്സൺ നല്ല രീതിയിൽ സേവ് ചെയ്യുന്നു. പിന്നെ 16ാമത്തെ മിനിറ്റിലാണ് ഈ ഗോള് ക്രിസ്റ്റൽ പാലസ് അടിക്കുന്ന വിന്നിങ് ഗോൾ എബെരച്ചിയേസെ അടിക്കുന്നതിന് ശേഷം പിന്നെ മാൻ സിറ്റി നോക്ക് ചെയ്ത് കൊണ്ടേയിരുന്നു, ഒരു ഡോറിനെ നോക്ക് ചെയ്തുകൊണ്ടിരുന്നു. പക്ഷേ അവർക്ക് ആ ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതിനിടയിൽ എന്താണ് ഈ ഹാലൻഡിൻ്റെ ആ ഒരു പെനാൽറ്റി സംഭവം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ബെർണാർഡോ സിൽവയാണ് ആ ഒരു പെനാൽറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആ ഒരു റൈറ്റ് ഹാഫ് സ്പേസിൽ സംഭവിക്കുന്നതിന് ശേഷം ബോക്സിലേക്ക് അതുമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ ബോക്സിൽ ആൾ ആ ബൈലിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഏരിയയിലേക്കല്ല പോകുന്നത്, ആ ബൈലിൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ അത് പിന്നെ മിച്ചൽ എന്ത് ചെയ്തു വെച്ചാൽ ഡൈവ് ചെയ്യുന്നു, ബോളിൽ സ്ലൈറ്റായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബെർണാർഡോ സിൽവ അതിൻ്റെ മാക്സിമം അവിടെ എടുക്കുന്നു, ആൾ വീണ് പോകുന്നു. കാരണം അവരൊരു ഡൈവിങ് സംഭവിച്ചിട്ടുണ്ട്. റെഫറി കുറച്ച് ചിന്തിച്ചിട്ട് ഒരു പെനാൽറ്റി കൊടുക്കുന്നു. പിന്നെ അത് ഓവർടേൺ ചെയ്യേണ്ട തരത്തിലൊരു ഡിസിഷൻ അല്ല. റെഫറി കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ അത് പെനാൽറ്റി കിട്ടില്ലായിരിക്കാം എന്ന രീതിയിൽ വേണമെങ്കിൽ നമുക്ക് വാദിക്കാം. പക്ഷേ വൺസ് റെഫറി അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഓവർടേൺ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഡിസിഷൻ അല്ല എന്നുള്ള കാര്യം ഓർക്കണം. അങ്ങനെ ഒരു സോഫ്റ്റ് പെന്നാണ്
പെനാൽറ്റി കൊടുക്കുന്നതും കൊടുക്കാതിരിക്കുന്നതും ഇത്തരത്തിലുള്ള മൊമെൻറ്റിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്തായാലും പെനാൽറ്റി കിട്ടിയ സ്ഥിതിക്ക് അത് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള അവരുടെ ഒരു അവസരമായിരുന്നു. ഹാലണ്ട് അത് മർമൂഷിന് കൊടുക്കുന്നു, അതാണ് ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നത്. പിന്നെ എന്താണ് ഡോക്കുവിൻ്റെ റൈറ്റിൽ നിന്ന് കട്ട് ഇൻസൈഡ് ചെയ്തിട്ട് മിനോസിനെ ഇടയ്ക്കൊക്കെ ബീറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം വെച്ചാൽ അവിടെ ഡെവലപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ചെങ്ങൈനെ. അപ്പോൾ ഇവിടെ കട്ട് ഇൻസൈഡ് ചെയ്ത് വന്നിട്ട് നല്ലൊരു ഷോട്ട്, ഒരു കോർണറിലേക്കുള്ള ഒരു കേളർ സാധനം, അത് ചാടി ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ആ ബോൾ ആ ഒരു ഡേഞ്ചറസ് ഏരിയയിലാണ് വന്ന് വീഴുന്നത്. അവിടെ മാർഗഹിയുടെ ഒരു ഹെഡർ ഉണ്ട്, കാരണം ഹാളണ്ട് ഉണ്ട്, മറ്റൊരു സിറ്റി താരമുണ്ട്, അവർക്കൊക്കെ വേണമെങ്കിൽ ഹെഡ് ചെയ്യാം ആ റീബൗണ്ട്. അതിന് മുമ്പ് അത് ഗഹി ഹെഡ് ചെയ്യുന്നു, ഫാൻറ്റാസ്റ്റിക് ഹെഡർ. പിന്നെ അത് കെവിൻ ഡെ ബ്രൂയിൻ്റെ കാലുകളിലേക്ക് വന്ന് വീണപ്പോൾ അദ്ദേഹത്തിന് അത് പുറത്തേക്ക് അടിക്കാനേ സാധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് നല്ലൊരു ഡിഫെൻസീവ് ഇൻ്റർസെപ്ഷനാണ് അവിടെ നടത്തിയിട്ടുണ്ടായിരുന്നത് മാർഗഹി എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ സവീഞ്ഞോ റൈറ്റ് സൈഡിലാണ് കളിച്ചിട്ടുണ്ടായിരുന്ന മത്സരത്തിൽ. കാര്യമായിട്ട് ഫസ്റ്റ് ഹാഫിൽ ഒന്നും അതിന് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ സെക്കൻഡ് ഹാഫ് തുടങ്ങിയ ഉടനെ തന്നെ 3 നല്ല ക്രോസുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ലോ ക്രോസും ഹൈ ക്രോസും ആയിട്ട് നല്ല രീതിയിൽ ക്രോസുകൾ കൊടുക്കുന്നു. അതൊക്കെ ക്രിസ്റ്റൽ പാലസ് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്ത് നമുക്ക് കാണാൻ സാധിക്കുന്നു. പിന്നെ 58ാമത്തെ മിനിറ്റിൽ ക്രിസ്റ്റൽ പാലസ് അവരുടെ ലീഡ് ഉയർത്തി എന്നാണ് നമ്മൾ കരുതിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവിടെ ഓഫ് സൈഡ് ആയിരുന്നു. അത് ഇസ്മായിൽ സാറാണ് ഓഫ് സൈഡ് ആയിട്ടുണ്ടായിരുന്നത്. മിനോസിൻ്റെ അറ്റംപ്റ്റ് അതെങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഈ റിച്ചർഡ്സിൻ്റെ ത്രോയിനൊക്കെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു സിറ്റി അംശം. സിറ്റി ഡിഫെൻഡ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഈ ത്രോയിൻ ഡിഫെൻഡ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബോക്സിൽ കെയോസ് ഇട്ടിരിക്കുകയാണ് ആ ലോങ് ത്രോയിൻ, റിച്ചർഡ്സിൻ്റെ ലോങ് ത്രോയിൻ. അങ്ങനെ മിനോസ് അത് ഷോട്ട് അടിക്കുന്നു, അത് ഇസ്മായിൽ സാറിൽ തട്ടിയിട്ട് അവിടെ റോങ് ഫുട്ട് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഒർട്ടേഗ എന്ന് പറയുന്ന കീപ്പർ. മിനോസ് തന്നെ വന്നിട്ട് അത് വലയിലേക്ക് ആക്കുന്നു. പക്ഷേ അവിടെ ഇസ്മായിൽ സാറിൽ തട്ടുന്ന സാഹചര്യത്തിൽ ഇസ്മായിൽ സാർ ഓഫ് സൈഡ് ആയിരുന്നു. അങ്ങനെ അത് ഓഫ് സൈഡ് വിളിക്കുന്നു, ഗോൾ ഡിസലോ ചെയ്യുന്നു. അങ്ങനെ പിന്നെ ഈ ഒറൈലിയാണ് ലെഫ്റ്റ് ബാക്കായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. റൈറ്റ് ബാക്കായിട്ട് ഒരു അക്കാഞ്ചി, ഇതായിരുന്നു മാൻ സിറ്റിയുടെ സെറ്റപ്പ് ഉണ്ടായിരുന്നത്. ഗാർഡിയോളും അതേപോലെ തന്നെ റുബൻ ഡിയാസും ഡിഫൻസിൽ ബാക്കിയുള്ളവർ. ഒർട്ടേഗയാണല്ലോ കീപ്പറായിട്ടുണ്ടായിരുന്നത്. KDB ഉണ്ടായിരുന്നു, ഹാളണ്ട് ഉണ്ടായിരുന്നു, മർമൂഷ് ഉണ്ടായിരുന്നു. ഇവരൊക്കെ ഒരുമിച്ചൊരു മത്സരത്തിൽ ആദ്യമായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ രീതിയിൽ ഡോക്കു, പിന്നെ സവീന്യോ, മർമൂഷ്, ഹാളണ്ട്, KDB എല്ലാ ഫയർ പവർ ടീംസും സ്റ്റാർട്ട് ചെയ്യുന്നു. പക്ഷെ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങനെ KDBയുടെ നല്ലൊരു പാസ് ഒറേലിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒറേലി അവിടെ ആ ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ബോൾ റിസീവ് ചെയ്തിട്ട് തൻ്റെ ആ ഒരു സ്ട്രോങ്ങർ ഫുട്ടിലേക്ക് എടുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യത്തിൽ ആ ചാൻസ് പോയി. കാരണം മിനോസ് വന്നിട്ട് ബ്ലോക്ക് ചെയ്യുന്നു. ആ രീതിയിൽ ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ഒരു പ്രശ്നം. അത് നേരത്തെ ആദ്യം തന്നെ അറ്റംപ്റ്റ് നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ഗോളാകുമായിരുന്നു. അതേപോലെ തന്നെ പിന്നെ മത്സരത്തിൽ 15 മിനിറ്റ് നോർമൽ ടൈം ബാക്കിയിരിക്കെ എച്ചവേരിയെ കൊണ്ടുവരുന്നു. എച്ചവേരിക്ക് ഇതുവരെ അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പെപ്പ് ഗോർഡിയോള. അപ്പോൾ ഈ ക്രഞ്ച് മത്സരത്തിൽ ചങ്ങായിനെ കളിപ്പിക്കാം, ഡെബ്യൂ കൊടുക്കാമെന്നുള്ള തീരുമാനം പെപ്പ് എടുക്കുന്നു. അങ്ങനെ എച്ചവേരി വരുന്നു. എച്ചവേരി ജാനുവരിയിൽ അവിടെ വന്നിട്ടുണ്ട്, ഇതുവരെ അവസരം കൊടുത്തിട്ടില്ല ഇതുവരെ. അപ്പോൾ അങ്ങനെ പുള്ളിക്കാരൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. KDB തന്നെയാണ് പുള്ളിക്കാരൻ ബോക്സിനെ റൈറ്റ് സൈഡിൽ പിക്ക് ചെയ്യുന്നു. പക്ഷേ അതിന് റൈറ്റ് ഫുട്ടഡ് ഷോട്ട് ഹെൻഡേഴ്സൺ സേവ് ചെയ്യുന്നു, റീബൗണ്ട് ബ്ലോക്ക് ചെയ്യുന്നു. പക്ഷേ അതൊരു ആൾക്ക് ഹീറോ ആകാനുള്ള ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു അവിടെ KDB പ്ലേറ്റിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഈസി ചാൻസ് എന്ന് പറയാൻ പറ്റില്ല. പ്ലേറ്റിൽ വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ എന്നുള്ളത് സംശയമാണ്. കാരണം വെച്ചാൽ സ്റ്റിൽ അവിടെ നിന്ന് ഷോട്ട് അൺലീഷ് ചെയ്തു, അത് സേവ് ചെയ്തതാണ് ഹെൻഡേഴ്സൺ. പക്ഷേ കുറച്ചുകൂടി ബെറ്റർ ഷോട്ട് ചങ്ങായിക്ക് വേണമെങ്കിൽ അവിടെ കുറച്ചുകൂടി മെഷർ ചെയ്തിട്ട് ഷോട്ട് അൺലീഷ് ചെയ്യാമായിരുന്നു. അങ്ങനെ ഇഞ്ചുറി ടൈം 10 മിനിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 10 മിനിറ്റിൽ അഗെയിൻ സിറ്റി അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ തന്നെ KDBയുടെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു. ഡോക്കു പ്ലേസിനൊക്കെ ബീറ്റ് ചെയ്തിട്ട് ബൈലിൻ്റെ അടുത്ത് എത്തിയതിനു ശേഷം ഒരു ക്രോസ് ഇടുന്നു. പക്ഷേ ഡിഫെൻഡ് ചെയ്യുന്നു. എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുന്ന KDBയിലേക്ക് എത്തുന്നു. KDBയുടെ അറ്റംപ്റ്റ് ജസ്റ്റ് വൈഡായിട്ട് പോകുന്നു. സിറ്റി ഫാൻസ് വിചാരിച്ചത് അകത്തോട്ട് പോകുന്നുള്ളതാണ്. അല്ല, KDB ശ്രമിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 10 മിനിറ്റ് ഇഞ്ചുറി ടൈം കഴിയുന്നു. ഡോക്കുവിൻ്റെ ആ ഒരു വളരെ വേവേഡ് അറ്റംപ്റ്റ്, അതായിരുന്നു മാൻ സിറ്റിയുടെ ലാസ്റ്റ് ഷോട്ട്. അങ്ങനെ മത്സരത്തിൽ മൊത്തം മാൻ സിറ്റി 23 അറ്റംപ്റ്റുകൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ക്രിസ്റ്റൽ പാലസ് 7 അറ്റംപ്റ്റുകൾ, 2 ടാർഗറ്റിൽ കടിക്കുന്നു, 1 ഗോളാക്കുന്നു. മാൻ സിറ്റിക്ക് 6 ടാർഗറ്റിൽ കടിക്കാൻ സാധിച്ചു, പക്ഷേ ഒരൊറ്റൊന്നും പോലും ഗോളാക്കാൻ സാധിച്ചില്ല. ഹെൻഡേഴ്സൺ ഹീറോ ആണ്. ഇവരുടെ ഡിഫൻസ് ഹീറോയിക്ക് ഡിഫെൻഡിങ് കാഴ്ചവെച്ചിരിക്കുകയാണ്. പെർഫെക്റ്റ് ടീം ഡിസ്പ്ലേ. എല്ലാവരും ഡിഫെൻഡ് ചെയ്യുന്നു, എല്ലാവരും മനോഹരമായിട്ട് ആ ഒരു ലീഡ് പ്രൊട്ടക്റ്റ് ചെയ്താണ് നമുക്ക് കാണാൻ സാധിച്ചത്. അറ്റാക്കിംഗ് പ്ലെയേഴ്സ്, മറ്റേറ്റയുടെയൊക്കെ പെർഫോമൻസ് ഉണ്ടല്ലോ, സോളിഡ് സ്ട്രൈക്കറാണ്. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള സ്ട്രൈക്കറാണ്, ഓൾഡ് ഫാഷൻ സ്ട്രൈക്കറാണ്. ഒലിവർ ഗ്ലാസ്നറുടെ കീഴിൽ ചങ്ങായി എമ്മാതിരി ഇമ്പ്രൂവ്മെൻറ്റാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ മുന്യൂസ്, എൻ്റെ പൊന്നോ, ക്രിസ്റ്റൽ പാലസ് വല്ലപ്പോഴും അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയ ഈ ചങ്ങായി അങ്ങോട്ട് പറക്കും ആ റൈറ്റ് വിങ്ങിലൂടെ. എമ്മാതിരി ഫൈറ്റാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ആൾക്കാണ് ഒഫീഷ്യൽ മാൻ ഓഫ് ദ മാച്ച് കൊടുത്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഡിസേർവിംഗ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. രക്ഷയില്ല. ഹെൻഡേഴ്സൺ കൊടുത്തിരുന്നെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ മുന്യൂസ് വാസ് അൺബിലീവബിൾ. അതേപോലെ തന്നെ എന്താണ് ഈ മാൻ സിറ്റിയുടെ വിങ്ങർമാരുടെ ട്രാക്ക് ബാക്കിങ്ങിൻ്റെ പ്രശ്നങ്ങൾ, അതിനെക്കുറിച്ച് ഒലിവർ ഗ്ലാസ്നർ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിയായിട്ടുള്ള സംഭവം തന്നെയാണ്. പിന്നെ എന്താണ് ഇപ്പോൾ അവന്മാർ അറ്റാക്കിൽ പ്രൊവൈഡ് ചെയ്യുന്നത്? ഡോക്ക് പിന്നെ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ പ്രഡിക്റ്റബിളാണ്.
സവീനിയൊക്കെ ഒരു ദുരന്തം സീസണാണ് സവീനിയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത സീസണിൽ ഇമ്പ്രൂവ് ആകുമെന്നായിരിക്കും പെപ്പൊക്കെ വിചാരിക്കുന്നുണ്ടാവുക. പക്ഷേ വിങ്ങർമാരുടെ നിന്ന് കൂടുതൽ ഔട്ട്പുട്ട് പ്രതീക്ഷിക്കുന്നുണ്ടാവും പെപ്പ് ഗോർഡിയോള. പിന്നെ എന്താണ് ഈ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന തരത്തിലുള്ള സിനാരിയോകളും സൃഷ്ടിക്കാൻ സാധിക്കുന്നില്ല. അതൊരു വേറെ ഒരു സംഭവമാണ്, വേറൊരു ചർച്ചയ്ക്കുള്ള സംഭവമാണ്. അങ്ങനെ 78% പൊസഷൻ ഉണ്ടായിട്ട് മാൻ സിറ്റിക്ക് ഒരു ഗോൾ അടിക്കാൻ സാധിച്ചില്ല. പൊസഷൻ പുഴുങ്ങി തിന്നാൽ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ പൊസഷൻ വെറുതെ കീപ്പ് ചെയ്യുന്ന ചില സൈഡുകളുണ്ട്. ഇവിടെ മാൻ സിറ്റി വെറുതെ പൊസഷൻ കീപ്പ് ചെയ്തു എന്നല്ല പറയുന്നത്. പക്ഷേ ഞാൻ ജനറലി പറയുകയാണ്, വെറുതെ കൺട്രോളിൻ്റെ പേരിൽ പൊസഷൻ ഇങ്ങനെ കീപ്പ് ചെയ്തിട്ട് സൈഡ് ബേസ് പാസ് ഇങ്ങനെ കുറേ ഇടുന്ന കുറച്ച് ടീമുകളുണ്ട്. അങ്ങനെയുള്ള ടീമുകൾ തോൽക്കുന്നത് കാണുമ്പോൾ എനിക്ക് സത്യം പറയാൻ സന്തോഷമാണുള്ളത്. പൊസഷൻ കീപ്പ് ചെയ്യാം, പക്ഷേ അതിനൊരു ലോജിക്ക് വേണം. ഇപ്പോൾ ബാഴ്സലോണയൊക്കെ കീപ്പ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ വെറുതെ കീപ്പ് ചെയ്യുന്നതല്ല, അവരുടെ അറ്റാക്കിലൊരു റിതമുണ്ട്. ഇത് എന്ത് റിതം? അപ്പോൾ ഇവിടെ മാൻ സിറ്റി അറ്റാക്ക് ചെയ്ത് ശ്രമിച്ചിട്ടുണ്ട്, അവർ നല്ല രീതിയിൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിച്ചില്ല. അവരുടെ മൾട്ടി-മില്യൺ പൗണ്ട് സ്ട്രൈക്കർമാർക്കും ജാനുവരിയിൽ അവർ സൈൻ ചെയ്തിട്ടുള്ള മർമൂഷിനും ഒന്നും ഗോളടിക്കാൻ സാധിച്ചില്ല. എന്തായാലും സിറ്റിയെ സംബന്ധിച്ചോളം, പെപ്പിനെ സംബന്ധിച്ചോളം ഒരു ട്രോഫിലെസ് സീസണാണ്, ഒരു ദുരന്തം സീസണാണ്. അവരിപ്പോഴും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷൻ ഉറപ്പ് വരുത്തിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി ഓർക്കണം. ബോൺമൗത്തുമായിട്ടും ഫുള്ളുമായിട്ടാണ് അവരുടെ മത്സരമുള്ളത്. അവരത് കഴിച്ചിലാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ പെപ്പ് ഹേർട്ടാണ് ഒബ്വിയസ്ലി. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മറിൽ അവർ ഇനിയും ഒരുപാട് പൈസ എറിയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ശരിയാണ്, അവിടെ ഇപ്പോൾ KDB പോകുന്നുണ്ട്, അതേപോലെ തന്നെ ബെർണാർഡോ സിൽവ, കൊവാച്ചിച്ച്, ഇവരൊക്കെ ഓൾഡർ പ്ലേയേഴ്സ് ആണെന്നുള്ള കാര്യം നമുക്കറിയണം. അപ്പോൾ അവിടെ ഒരു റീബിൽഡിങ് ആവശ്യമാണ്. പക്ഷേ ജാനുവരിയിൽ കൊണ്ടുവന്നിട്ടുള്ള ഇപ്പോൾ നീക്കോ ഗോൺസാലസിനെയൊക്കെ എന്തുകൊണ്ട് ഇതുവരെ കണ്ട് പ്രോപ്പറായിട്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കുസനോവ് ആളൊന്നും ഇപ്പോൾ ടീമിൽ കാണാനേ ഇല്ല. എന്ത് പറ്റി? ഇവരൊക്കെ ജാനുവരിയിൽ വന്നവരാണ്. ഇനിയിപ്പോൾ എന്തായാലും വേറെയും കുറേ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യും. ഇപ്പോൾ എച്ചവേരിയുടെ കാര്യം എന്താകുന്നുള്ള ഒരു പിടുത്തമില്ല. എച്ചവേരിയൊക്കെ വീണ്ടും ചിലപ്പോൾ ലോണിൽ പോകേണ്ടി വരും. കാരണം ഈ ഒരു കളിയിലാണ് കുറച്ച് മിനിറ്റ്സ് കിട്ടിയത്. എന്തിനാണ് കൊടുത്തതെന്നും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഡിഫറൻസ് മേക്കാൻ പറ്റുന്നതുകൊണ്ടായിരിക്കും. പക്ഷേ ഇതുവരെ അദ്ദേഹത്തിന് ഒരു ഗ്ലിംസ് പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല പെപ്പ് ഗോർഡിയോള. അപ്പോൾ എന്താണ് പുള്ളിക്കാരൻ ചിന്തിക്കുന്നത്? എന്തായാലും നല്ല രീതിയിൽ പൈസ എറിയുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആ രീതിയിലുള്ളൊരു ലക്ഷറി പെപ്പ് ഗോർഡിയോളൊക്കെ ഉണ്ട്. ആരെങ്കിലും പുള്ളിക്കാരൻ വാങ്ങിയിട്ടുള്ളത് വർക്ക് ആകുന്നില്ലെങ്കിൽ, ഇപ്പോൾ മാറ്റിയാസ് ന്യൂനസിനൊക്കെ ഒരു മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവന്നതാണ്, കാൽവിൻ ഫിലിപ്സിനൊക്കെ ഒരു മിഡ്ഫീൽഡറായിട്ട് കൊണ്ടുവന്നതാണ്. നല്ല തുക കൊടുത്തുകൊണ്ട് മാറ്റിയാസ് ന്യൂനസ് ഒരു റൈറ്റ് ബാക്കായിട്ട് മാറുന്നു. മിഡ്ഫീൽഡിൽ എങ്ങനെ കളിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള പെപ്പ് തന്നെ പറയുന്നു. ഇപ്പോൾ നീക്കോ ഗോൺസാലസിനെ കൊണ്ടുവരുന്നു. നീക്കോ ഗോൺസാലസിനെ നമ്മൾ കാണുന്നേ ഇല്ല. ഒരു പക്ഷേ ചിലപ്പോൾ നെക്സ്റ്റ് സീസണിൽ കളിപ്പിക്കുമായിരിക്കും, നമുക്കറിയില്ല. പുള്ളിക്കാരൻ ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. പക്ഷേ എന്തായാലും വേറെയും മിഡ്ഫീൽഡർമാർ വരും, വേറെയും സൈനിങ്ങൾ വരും. ഉറപ്പാണ് ഈ ഒരു കാര്യം, അല്ലേ? എന്തായാലും പെപ്പ് ഹേർട്ടാണ്, മാൻ സിറ്റി ഹേർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ നല്ല രീതിയിൽ തന്നെ അടുത്ത സീസണിൽ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അഗെയിൻ പെപ്പ് ശൈലിയിൽ മാറ്റം കൊണ്ടുവരുമോ? കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവം തന്നെയാണ്. ഇതിനിടയ്ക്ക് വെച്ചിട്ട് ഫുൾ ബാക്കുകളെ പോലെ തന്നെ കളിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടായിരുന്നു, അല്ലേ? എന്തായാലും നോക്കാം. പെപ്പ് ഒരു ജീനിയസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവരും അറിയുന്നതാണ്. പക്ഷേ ഇവിടെ നമ്മുടെ ടോപ്പിക് പെപ്പല്ല, ഒലിവർ ഗ്ലാസ്നറാണ്, ക്രിസ്റ്റൽ പാലസാണ്. അവർ 1990 FA കപ്പിൻ്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് വേദനയോട് കൂടിയിട്ടാണ് ആരാധകർ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നത്. കാരണം എന്ന് വെച്ചാൽ അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡുമായിട്ടാണ് അവർ FA കപ്പിൻ്റെ ഫൈനൽ പരാജയപ്പെട്ടത്. അന്ന് ഫൈനൽ റീപ്ലേ ഉണ്ടായിരുന്നു. സമനിലയായി കഴിഞ്ഞാൽ റീപ്ലേ കളിക്കണം. അപ്പോൾ അവിടെ ഇയാൻ റൈറ്റ്, നമ്മുടെ ആസ്റ്റൻ്റെ ലെജൻഡ് ഉണ്ടല്ലോ, ഇയാൻ റൈറ്റ് അന്ന് ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ വന്നിട്ടൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു മത്സരത്തിൽ. 2 ഗോളുകൾ അടിക്കുന്നു. അങ്ങനെ മത്സരം പിന്നെ ഇഞ്ചുറി ടൈമിൽ എത്തിയിട്ടുണ്ടായിരുന്നു, എക്സ്ട്രാ ടൈമിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എക്സ്ട്രാ ടൈമിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. 2-2 എന്നുള്ള സ്കോർ ലൈനാണ് 90 മിനിറ്റ്സ് കഴിഞ്ഞപ്പോൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. കോപ്പലായിരുന്നു ക്രിസ്റ്റൽ പാലസിൻ്റെ കോച്ച് എന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും തെറ്റാണെങ്കിൽ തിരുത്തുക. അങ്ങനെ എക്സ്ട്രാ ടൈമിൽ ആദ്യം ഗോൾ അടിക്കുന്നത് ഇയാൻ റൈറ്റിൻ്റെ മത്സരത്തിൽ 2ാമത്തെ ഗോൾ. 3-2 ലീഡ് ക്രിസ്റ്റൽ പാലസിനുണ്ടായിരുന്നു. മാത്രമല്ല സർ അലക്സ് ഫെർഗൂസനെ സംബന്ധിച്ചോളം അദ്ദേഹത്തിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫൈനലായിരുന്നു എന്നുള്ളതാണ് പിൽക്കാലത്ത് പറഞ്ഞു കേട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ ആ ഫൈനൽ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഒരു പക്ഷേ സർ അലക്സ് ഫെർഗൂസനെ അവിടെ നിന്ന് സാക്ക് ചെയ്തേനെ എന്ന രീതിയിലുള്ള റൂമറുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും മാർക്ക് ഹ്യൂഗ്സ് ഈക്വലൈസർ അടിക്കുന്നു. അങ്ങനെ റീപ്ലേ നടത്തുന്നു. ആ റീപ്ലേ 1-0 സ്കോറിൽ മാഞ്ചസ്റ്റർ വിജയിക്കുന്നു. സർ അലക്സ് ഫെർഗൂസൻ്റെ ആദ്യത്തെ കിരീടം മാഞ്ചസ്റ്റർ മാനേജർ എന്ന രീതിയിലുള്ളത് സ്വന്തമാക്കുന്നു. ക്രിസ്റ്റൽ പാലസിൻ്റെ ഹൃദയം തകർത്തുകൊണ്ടാണ് 1990. 2016 വീണ്ടും ഇതേ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് തന്നെ, പക്ഷേ സർ അലക്സ് ഫെർഗൂസൻ്റെ അല്ല, ലൂയി വൻ ഗാലിൻ്റെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിൻ്റെ ഹൃദയം തകർക്കുകയാണ്. ജേസൺ പഞ്ചൻ ലീഡ് നേടിക്കൊടുത്തപ്പോൾ 77ാമത്തെ മിനിറ്റിലെങ്ങാനും ലീഡ് നേടിക്കൊടുത്തപ്പോൾ അലൻ പാഡിയോ എന്ന് പറയുന്ന ക്രിസ്റ്റൽ പാലസിൻ്റെ മാനേജർ എന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡഗൗട്ടിൽ. പക്ഷേ അത് പിന്നീട് ആളൊരു മീം ആയി മാറുന്നതാണ് നമ്മൾ കാണാൻ സാധിച്ചത്. കാരണം വെച്ചാൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈക്വലൈസർ നേടുന്നു. വാൻ മാറ്റയുടെ ഷോട്ട് ഡിഫ്ലക്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അത് വലയിലേക്ക് പോകുന്നു. ഹെന്നസി ആയിരുന്നില്ലേ കീപ്പർ അന്ന് ക്രിസ്റ്റൽ പാലസിൻ്റെ? അതെ, 1-1 ആകുന്നു. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കിടക്കുന്നു. ജെസെ ലിംഗാർഡ്
ലിംഗാർഡിൻ്റെ ഒരു കിടിലൻ ഗോള്, ഒരു ഫാന്റാസ്റ്റിക് സ്ട്രൈക്ക്, അത് ക്രിസ്റ്റൽ പാലസിൻ്റെ ഹൃദയം തകർക്കുന്ന നമുക്ക് കാണാൻ സാധിച്ചത്. അലൻ പാഡിയു ഒരു കോമാളിയായിട്ട് മാറുകയാണ്. കാരണം 1-0 ലീഡ് എടുത്തപ്പോൾ ഡാൻസ് ചെയ്തതിന് ക്രിസ്റ്റൽ പാലസ് ഹൃദയത്തിൽ തകർന്ന് വീട്ടിലേക്ക് പോയി. അന്ന് ആ മത്സരത്തിൽ അന്ന് മറ്റൊരു രസകരമായിട്ടുള്ള സംഭവം കൂടി നടന്നിട്ടുണ്ടായിരുന്നു. കോനോ വിക്കം ക്രിസ്റ്റൽ പാലസിന് ലീഡ് നേടിക്കൊടുത്തു എന്ന് ഫസ്റ്റ് ഹാഫിൽ ചങ്ങായി കരുതിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവിടെ ഒരു അഡ്വാൻറ്റേജ് അന്ന് ക്രിസ്റ്റൽ പാലസിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ക്ലാറ്റൻബർഗ് ആയിരുന്നു റെഫറി എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ അതും ഒരു വേദനയായിട്ട് ക്രിസ്റ്റൽ പാലസിൻ്റെ ആരാധകരുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കുന്നുണ്ടാവും. അന്ന് വിക്കമിൻ്റെ ഗോൾ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ റിസൾട്ട് മാറിയേനെ എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. എന്തായാലും എന്താണ് ചരിത്രം, എന്താണ് അന്ന് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്രിസ്റ്റൽ പാലസിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് FA കപ്പ് കിരീടം സ്വന്തമാക്കി എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ അവിടെ നിന്ന് 9 വർഷങ്ങൾക്ക് ശേഷം 2025 119 വർഷത്തെ ചരിത്രം പറയാനുള്ള ക്ലബ്ബ് ഒടുവിൽ അവരുടെ ചരിത്രത്തിൽ ആദ്യത്തെ കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്ത് രസമല്ലേ ഫുട്ബോൾ, എന്ത് രസമാണ് മക്കളെ, എന്ത് രസമാണ് ഇത്തരത്തിലുള്ള കഥകൾ സംസാരിക്കുമ്പോൾ. അപ്പോൾ ഇനി ഇതിലുള്ള മറ്റൊരു കോൺട്രവേഴ്ഷ്യൽ മൊമെൻറ്റ്, അതിനെക്കുറിച്ച് സംസാരിച്ചില്ലല്ലോ. ഫസ്റ്റ് ഹാഫിൽ ഗ്വാർഡിയോളുടെ ഒരു ലോങ് ബോൾ വരുന്നു. അപ്പോൾ അത് ഹാലണ്ട് അതിലേക്ക് ഇങ്ങനെ ഓടിപ്പോവാണ്. അപ്പോൾ അവിടെ ഹെൻഡേഴ്സൻ്റെ ഒരു വല്ലാത്തൊരു തീരുമാനം എടുക്കലുണ്ടായിരുന്നു. ആൾ കയറി വരുന്നു. ആൾ കയറി വന്നിട്ട് ഹാലണ്ട് ആ ബോള് ടച്ച് ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുമ്പേ അദ്ദേഹം അത് തട്ടി മാറ്റുന്നു. പക്ഷേ അവിടെ ആ ടച്ച് നടന്നത് ഔട്ട്സൈഡ് ദ ബോക്സിലാണോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് റെഫറി കണ്ടില്ല. പിന്നെ എന്തുകൊണ്ട് അത് VR ഇടപെട്ടുകൊണ്ട് ഒരു റെഡ് കാർഡ് ചങ്ങായി കൊടുത്തില്ല എന്നുള്ളതാണ്. കാരണം വെച്ചാൽ അത് ഔട്ട്സൈഡ് ദ ബോക്സിൽ നിന്നാണ് ആ തട്ടിൽ നടന്നിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് പിന്നീട് ചിത്രം കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. VR എന്തുകൊണ്ട് ഇടപെട്ടില്ല എന്നുള്ളതാണ് പിന്നെയുള്ള ചോദ്യം. അവിടെ VR ചെക്ക് നടന്നിട്ടുണ്ട്. ഇപ്പോൾ VRന് എന്തൊക്കെയാണ് ഇടപെടാൻ പറ്റുക? റെഡ് കാർഡ് ചാലഞ്ച് ആണെങ്കിൽ റെഡ് കാർഡ്, പെനാൽറ്റി കൊടുക്കാൻ പറ്റുമെങ്കിൽ പെനാൽറ്റി, ഇത്തരത്തിലുള്ള സംഭവങ്ങളാണ് VRന് ഇടപെടാൻ പറ്റുക. അപ്പോൾ ഇവിടെ അവർക്കത് ഒരു റെഡ് കാർഡ് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു കാരണമായിട്ട് അവർ കാണുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഹാലണ്ട് എവേ ഫ്രം ദ ഗോളാണ് പോകുന്നത് എന്നുള്ളതാണ്. പക്ഷേ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ബാഫ്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിസിഷനാണ്. കാരണം വെച്ചാൽ അവിടെ ആ ഒരു തട്ടിമാറ്റിൽ സംഭവിച്ചുകൊണ്ട് മാത്രമാണ് ഹാലണ്ട് എവേ ഫ്രം ദ ഗോൾ പോകുന്നത്, അല്ലേ? അവിടെ കീപ്പർ അത് തട്ടിമാറ്റിയില്ലായിരുന്നെങ്കിൽ നെക്സ്റ്റ് ടച്ച് ബോക്സിലാണ് ഹാലണ്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ക്ലിയർ ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി തടയിലല്ലേ അവിടെ സംഭവിച്ചിട്ടുള്ളത്. കാരണം ആ തട്ടിമാറ്റിൽ സംഭവിക്കുന്നത് ഔട്ട്സൈഡ് ദ ബോക്സിലാണ്. അങ്ങനെ തട്ടി മാറ്റുന്നു, അങ്ങനെയാണ് അത് എവേ ഫ്രം ദ ഗോളിലേക്ക് പോകുന്നത്. അല്ലാത്ത പക്ഷം അതിൽ എവേ ഫ്രം ദ ഗോളിലേക്ക് പോകുന്നൊരു സാധനമായിട്ട് എനിക്ക് തോന്നുന്നുണ്ടായിരുന്നില്ല. ബോക്സിലേക്കാണ് ഹാലണ്ട് റണ്ണ് നടത്തുന്നുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു ബാഫ്ലിംഗ് ഡിസിഷനായിട്ട് എനിക്ക് തോന്നി. എന്തായാലും അവിടെ ക്രിസ്റ്റൽ പാലസിന് അതൊരു നല്ലൊരു ഡിസിഷനായിട്ട് മാറി. മാൻ സിറ്റി സംബന്ധിച്ചിടത്തോളം ഒബ്വിയസ്ലി അതൊരു മോശം ഡിസിഷനാണ്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് ആരാധകർ ചിന്തിക്കുന്നുണ്ടാവും. എന്നാലും അതിനുശേഷമാണ് അവർക്ക് ആ പെനാൽറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നത്. ആ പെനാൽറ്റി അടിച്ചിട്ട് അവർക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനുള്ള സുവർണ്ണ അവസരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവർക്ക് അവരെ തന്നെ ബ്ലെയിം ചെയ്യാനുള്ളൂ ഇവിടെ എന്നുള്ളതാണ്. കിട്ടിയ ചാൻസുകൾ മുതലാക്കാൻ സാധിച്ചില്ല. വേണ്ട വിധത്തിൽ പിന്നെ ക്ലിയർ കട്ട് ഓപ്പർച്യൂണിറ്റീസും അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചില്ല. പാലസ് എല്ലാവരെയും വെച്ച് ഡിഫെൻഡ് ചെയ്തിരിക്കുന്നു. ആ രീതിയിൽ അവർ വിജയിച്ചു കയറിയിരിക്കുകയാണ്. അവർ ഇതിനു മുമ്പ് ഒരു കപ്പ് അടിച്ചെന്ന് പറഞ്ഞാൽ ഒരു ഫുൾ മെമ്പേഴ്സ് കപ്പ് എന്ന് പറഞ്ഞൊരു കപ്പ് ഉണ്ടായിരുന്നു. അത് പക്ഷേ വെറും 7 വർഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് മേജർ ട്രോഫി ആയിട്ട് കണക്കാക്കുന്ന തരത്തിലൊരു സംഭവമല്ല. അത് 7 വർഷം ഉണ്ടാകാനുള്ള കാരണം ആ ഹേസൽ സ്റ്റേഡിയം ഡിസാസ്റ്ററൊക്കെ നടന്നിട്ടുള്ള സാഹചര്യത്തിൽ 80കളുടെ മധ്യത്തിൽ അത് സംഭവിച്ചിട്ടുള്ള സാഹചര്യത്തിൽ യൂറോപ്യൻ കോമ്പറ്റീഷനിൽ നിന്ന് ഇംഗ്ലീഷ് ക്ലബ്ബുകൾക്ക് ബാൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ അവസരത്തിൽ എന്താണ് ഒരു എക്സ്ട്രാ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചാണ് ഇംഗ്ലീഷ് ക്ലബ്ബുകൾ. അതിൽ തുടക്കത്തിൽ കുറേ ക്ലബ്ബുകൾ വിട്ടുനിന്നിട്ടുണ്ടായിരുന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡും ലിവർപൂളും ഒന്നും കളിക്കുന്നുണ്ടായിരുന്നില്ല ആ ഒരു കോമ്പറ്റീഷൻ. അതുകൊണ്ട് തന്നെ അതൊരു മേജർ ട്രോഫി ആയിട്ട് കണക്കാക്കുന്നില്ല. അത് ക്രിസ്റ്റൽ പാലസ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏറ്റവും കൂടുതൽ സ്വന്തമാക്കിയുള്ള നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ചെൽസിയുമാണ് 2 തവണ വീതം. പക്ഷേ അതിനൊരു മേജർ ട്രോഫി ആയിട്ട് കണക്കാക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അവർക്കൊരു മേജർ ട്രോഫി സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒലിവർ ഗ്ലാസ്നർ ഒരുപാട് മില്യനുകളൊന്നും സ്പെൻഡ് ചെയ്തിട്ടൊന്നുമില്ല. മാത്രമല്ല ഒലീസിയെ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ ചില ക്ലബ്ബുകളുണ്ട്, എൻ്റെ ക്ലബ്ബ് ഉൾപ്പെടെ ബില്യനുകളിൽ സ്പെൻഡ് ചെയ്യുന്നു. എന്നിട്ട് മേജർ ട്രോഫികൾ അടിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, എന്നിട്ട് എന്താണ് ആ ഒരു മുക്കി ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫിക്കേഷനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്നിട്ടും അതിന് പ്രോഗ്രസ് എന്നുള്ള ലേബിലൊക്കെ കൊടുക്കുകയാണ്. ഇവിടെ ഒലിവർ ഗ്ലാസ്നർ ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു അധ്യായത്തിൽ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.